നമ്മുടെ തൊപ്പി കരുനാഗപ്പള്ളിയിൽ ഒരു ഇനാഗുറേഷന് പോയ ടൈമിൽ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും നാട്ടുകാരുടെ കൂട്ടാടിയും തലപൊട്ടലും വെല്ലുവിളി വധഭീഷണിയും അതിൽ ഞാനൊരു കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഞാൻ അറിഞ്ഞത്, എടേ ഇത് പ്രാങ്ക് ആയിരുന്നാടേ. പ്രാങ്ക് ആണെങ്കിൽ അത് മികച്ച ഒരു മയിലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്കിത് അറിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യമാണ് വന്നത്. സംഗതി തൊപ്പീൻ്റെ നല്ല ഫ്രണ്ടാണ്, നല്ല ക്ലോസ് ഫ്രണ്ട് തന്നെ പറയാം തൊപ്പീനെ. അന്ന് ആ ഇഷ്യൂ ഉണ്ടായ സമയത്ത് തന്നെ ഞാൻ തൊപ്പീനെ ചാടി കയറി വിളിച്ചിട്ടുണ്ട്, അളിയാ സേഫ് ആണോ, പോയി പോലീസ് കേസ് കൊടുക്ക്, അല്ലെങ്കിൽ വിഷയമാണ്, നിനക്കെതിരെ കേസ് വരും. കാരണം നമുക്ക് അങ്ങനെയാണ്, തൊപ്പിക്ക് ലൈക്ക് എന്തെങ്കിലും ഒരു സീനായി എന്ന് അറിയുമ്പോഴത്തേക്ക് നമ്മളെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ഒരു സീനായി എന്ന് അറിയുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ ഉള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ പോയി നോക്കും. ഇപ്പോൾ ഓൾറെഡി തൊപ്പിയുടെ കുറേ വിഷയങ്ങൾ ഉള്ളതാണ്, അപ്പോൾ ഇതും കൂടി ഇനി ഒരു വള്ളിയായിട്ട് നിന്റെ തലയിൽ വരരുത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു കൺസേൺ നമുക്ക് തൊപ്പി ഉണ്ട്. പക്ഷെ ഇതൊരു പ്രാങ്ക് ആണെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദേഷ്യവും അങ്ങനെയാണ് തോന്നിയത്. കാരണം എന്തിനാണ് എന്നുള്ളതാണ് എനിക്കറിയാത്തത്. ഈ പ്രാങ്കൊക്കെ എന്തിനാ? അതായത് നാട്ടുകാരുടെ ഇമോഷൻ വെച്ചിട്ടുള്ള പ്രാങ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയാൽ ഇത് ജസ്റ്റ് മിസ്സാ കയ്യിൽ നിന്ന് പോയാൽ കൂട്ടാടി അവിടെ നാട്ടുകാർ തമ്മിൽ ഇനി ആകെ വിഷയമായിട്ട് വണ്ടി അടിച്ച് പൊട്ടിക്കുക, കട എറിഞ്ഞ് പൊട്ടിക്കുക, ഇനി തമ്മിൽ അടിച്ച് ചത്ത് കഴിഞ്ഞാൽ ആരുടെ തലയിൽ വന്നിരിക്കും കേസ്? ഈ പ്രാങ്കൊക്കെ വെച്ച് കഴിഞ്ഞാലുള്ള വിഷയം എന്താ അറിയോ? അതൊരു മോബ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. അപ്പം ഇനി എന്താ വിഷയം നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു പയ്യൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ടിട്ട് തൊപ്പിയെ ഇവിടെ കാല് കുത്തിക്കില്ല, കരുനാഗപ്പള്ളി വന്നാൽ തീർത്ത് കളയുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൊപ്പി അവനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈവൺ ആ കടയുടെ ഫ്രണ്ടിൽ പോയിട്ട് തൊപ്പി ആ പയ്യനെ എവിടെ എന്നെ തല്ലാൻ വന്നവൻ എവിടെയെന്നൊക്കെ ചോദിച്ച് തൊപ്പിയും സ്റ്റേജിന്റെ മുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഗതി അവിടെ വെച്ച് റിവീൽ ചെയ്യാനായിരുന്നു പോലും. കരുനാഗപ്പള്ളി ആ ഷോപ്പിന്റെ മുന്നിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ കത്തിച്ചിട്ട് അവിടെ പോയി റിവീൽ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അവിടെ വന്ന നാട്ടുകാർക്ക് ഇത് പ്രാങ്കാണ്, ഇത് റിവീൽ ചെയ്യണ പരിപാടിയാണെന്ന് അറിയോ? ഇല്ല. ഒരു കൂട്ടം ആളുകൾ തൊപ്പി വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ചാടി കുത്തി അവനവിടെ പ്രാങ്കിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ തൊപ്പീനെ എവിടെയും കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം മതം തലക്കി പിടിച്ചവരുണ്ട്. പിന്നെ കുറച്ച് മറ്റേ വസന്തങ്ങളുണ്ട്, അവർ തൊപ്പീനെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരാ. അതിപ്പോൾ പ്രാങ്കിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അവരൊരു സൈഡിലുണ്ട്, വേറൊരു സൈഡിൽ തൊപ്പി ഫാൻസ്, വേറൊരു സൈഡിൽ ഇവൻ ആരാണ് മെയിൻ ആവും വന്ന് തൊപ്പി ഇവനെ കാണിച്ചു കൊടുക്കാൻ വേറെ കുറച്ച് പയ്യന്മാർ. അപ്പൊ എന്താണെങ്കിലും അവിടെ ലൈവിൽ തൊപ്പിയിട്ട വീഡിയോ തന്നെ ഉണ്ടായിരുന്നു ഒരാൾ കുപ്പിയൊക്കെ എടുത്ത് വലിച്ചെറിയുന്നത്. അത് പ്രാങ്ക് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവും ഇവിടെ. തൊപ്പി വന്ന് തൊപ്പിയുടെ വണ്ടിക്ക് കുപ്പി എടുത്ത് വലിച്ചെറിയുക, വണ്ടിമ തട്ടിയില്ലെങ്കിൽ അപ്പുറത്തുള്ള അവന്റെ തലയ്ക്ക് പോയി വീണാൽ അവിടെ തല പൊട്ടി അവന്റെ തീരുമാനമാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അന്തം വിട്ട കുറേ ആളുകളുണ്ട്. അവർക്കിത് പ്രാങ്ക് ആണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽ റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സ്പേസ് ഉണ്ട്. റിയൽ റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം. റിയൽ ഈസ് ഡിഫറെന്റ്, റിയാലിറ്റി ഈസ് ഡിഫറെന്റ്. നിങ്ങൾ റിയൽ ലൈഫിൽ പ്രാങ്ക് കളിക്കുന്നതോ അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്യുന്നതോ അതൊക്കെ ഫൈനാണ്. റിയാലിറ്റിയിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ഇത് എക്സിക്യൂഷൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയാൽ ആരുത്തരം പറയും? അപ്പൊ എന്താണെങ്കിലും ഞാനിവിടെ തൊപ്പി ആ പയ്യനെ ലൈവിലേക്ക് വിളിച്ചു വരുത്തി ഇത് റിവീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ 2 ക്ലിപ്പ് വെക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇവിടെ കൊല്ലത്ത് നമ്മ പോയിട്ട് കൊല്ലത്ത് ഞാനും അച്ചായനും വിക്കി പോയിട്ടുണ്ടായ പ്രശ്നം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറയാം, ഇവൻ ഫസ്റ്റ് ആ വീഡിയോ ഇടുമ്പോൾ ഇവൻ എനിക്ക് അറിയില്ല. ഇവൻ ഫസ്റ്റ് പറഞ്ഞോ, വാ അടുത്തിരിക്കെ. ഇവൻ ഫസ്റ്റ് ആ വീഡിയോ ഇടുന്നില്ലേ, മോനെ തൊപ്പി നീ വന്നാ നിന്നെ കൈ, അത് പറയുമ്പോൾ ഇവൻ എനിക്ക് അറിയില്ല. പക്ഷെ അതിന് ശേഷം ഞാൻ ഇവനെ വിളിച്ച് ഇതാക്കി സ്ക്രിപ്റ്റ് അല്ല, ഇതുള്ള പോലെ നമ്മൾ പറയുന്നത്, പോലെ പറയുന്നത് വേണമെങ്കിൽ പ്രൂഫ് കാണിച്ചുതരാം, കോൾ റെക്കോർഡ് എല്ലാം ഉണ്ട്, പ്രൂഫ് വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഇത് ഉള്ള പോലെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വീഡിയോ ഇട്ട് അത് വൈറലായി, പിന്നെ ഞാൻ സ്റ്റോറി ഇട്ട് ഇങ്ങനെ പ്രശ്നങ്ങളായി, ഇത് സംഭവം ഫുള്ള് വൈറലായതിനു ശേഷം ഞാൻ ഇവനെ കോൺടാക്ട് ചെയ്ത് ആരാന്ന് അറിയാൻ വേണ്ടി, ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഇവനെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇവൻ പറയുന്നത് ഇത് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ, ഇതിപ്പോ എന്തായാലും ഇത്രയും വൈറലായി, ഇത്രയും സംഭവം പ്രശ്നമായി, എന്നാ പിന്നെ ബാക്കിയും കൂടി ചെയ്യാൻ വെച്ചിട്ട് പിറ്റേ ദിവസം ഇനോഗ്രേഷന് ഇവനെ സ്റ്റേജുമേ കയറ്റിയിട്ട് ഇത് പ്രാങ്കാന്ന് സർപ്രൈസ് പൊളിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അതിന്റെ തലേന്ന്. ഓക്കെ,
ഇവനും മറ്റേ ഷോപ്പിന്റെ ഓണർ വരുന്നതിനും ഷോപ്പിന്റെ ഓണർ ഷാനും കൂടിയിട്ട് ഇത് പ്ലാൻ ആക്കി ഓക്കെ സ്റ്റേജിൽ കയറിയിട്ട് സർപ്രൈസ് ആക്കിയിട്ട് ഇതാക്കാന്നുള്ള പറഞ്ഞാൽ ഓക്കെ. അപ്പൊ ഈ തൊപ്പി പറഞ്ഞത് ഈ സംഗതി ശരിയാണ്, കാരണം ഞാനും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ തൊപ്പി ഇത് റിവീൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ കോൾ റെക്കോർഡ് കിട്ടി. ഞാൻ ആ കോൾ റെക്കോർഡ് കേട്ടൊരു മനുഷ്യനാണ്. ഞാൻ ആ കോൾ റെക്കോർഡ് ഇവിടെ വെക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറെ ആളുകളുടെ പേര്, ഫോൺ നമ്പർ, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊന്നും കേൾക്കില്ല നിങ്ങൾക്ക്. പിന്നെ ഓൾറെഡി ഈ തൊപ്പിയുടെ നമ്പർ ലീക്ക്, തൊപ്പിയുടെ ലൈവിൽ ഒരു വട്ടം വിളിച്ച് ഇന്റെ നമ്പർ ലീക്കായിട്ട് ഈ നമ്പർ പോയി കഴിഞ്ഞാൽ വൻ ചൊറയാണ്, മനസ്സിലായോ? പിന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അതിനകത്ത്, കിരി ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതില് ആ ഒരു കോൾ റെക്കോർഡ് കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ കേട്ട മനുഷ്യനായതുകൊണ്ട് നിങ്ങളോട് പറയാണ്, ആ ഷോപ്പിന്റെ ഓണറും ഈ ഇരിക്കുന്ന പയ്യനും കൂടി ആദ്യം ഇങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്തു. അതിനുശേഷമാണ് തൊപ്പി ഈ പ്ലാനിലേക്ക് പോകുന്നത്. ഓക്കെ, അതിനുശേഷമാണ് തൊപ്പി ഈ പ്ലാനിലേക്ക് പോകുന്നത്. ഞാനപ്പോൾ ചോദിക്കുന്നത്, ഈ കടേന്റെ ഓണർ ഒരു പൊട്ടനാണ്. ഇവിടെ ഒരു പ്ലാനും ഇല്ലാതെ തൊപ്പീനെ കൊണ്ടുവന്ന് 1-2 കടക്കാർ ഇനാഗ്രേഷന്റെ സമയത്ത് തന്നെ അവർ അത്യാവശ്യം പ്രശ്നങ്ങൾ അവർക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം 1 ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, 2 ഈ പറഞ്ഞ മാതിരി നാട്ടുകാർ ഫുള്ള് നോക്കിയിരിക്കുകയാണ്. മലപ്പുറത്തേക്ക് ഇഷ്യൂ നിങ്ങൾക്ക് അറിയാലോ. തൊപ്പിന്ന് കേട്ട് കഴിഞ്ഞാൽ വാളും പിടിച്ചിറങ്ങുന്ന കുറേ വസന്തങ്ങളുണ്ട്, അവർ നോക്കിയിരിക്കുകയാണ്. പിന്നെ പോലീസുകാർ വേറൊരു സൈഡിൽ അവർ ആ വഴിക്ക്, മീഡിയാസ് വേറൊരു വഴിക്ക്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ തല്ലും കൊല്ലും എന്ന് പറഞ്ഞ് ഒരുത്തനെ പ്രാങ്ക് പിടിച്ചിറക്കാൻ, സത്യം പറഞ്ഞാൽ കടക്കാരൻ്റെ പ്ലാനാണ് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കട രക്ഷപ്പെട്ട തൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞു. നാട്ടുകളിൽ തച്ചു പൊളിക്കില്ലേ, ആ അവസ്ഥയാവില്ലേ? അവിടെ ഒരു വന്ന അടി, ഓൾറെഡി അടി നടന്നു, എൻ്റെ കടയ്ക്ക് വരാത്ത എൻ്റെ ഭാഗ്യം എന്നാ പറയാനുള്ളത്. ഇതിന് തുടക്കം വെച്ചത് ഈ കടക്കാരനാണെന്നുണ്ടെങ്കിൽ പൊന്നു മോനെ കഴിച്ചിലായതാണ്. പിന്നെ ഈ പയ്യൻ, ഇവൻ എന്ത് ധൈര്യത്തിന് മുകളിൽ ചെയ്യാൻ നിന്ന് ഫെയിം ആവാൻ വേണ്ടിയിട്ടായിരിക്കാം. ഞാൻ അന്നും വീഡിയോ വൈറലാവാനും ഫെയിം ആവാനും ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല മോനെ. ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഒന്നും വേണ്ട, തൊപ്പിയനെ കൊടുക്കണമെന്നില്ല, നിന്റെ ഈ പറഞ്ഞ നീ ഇവിടെ വന്നാൽ കൊന്നു കളയെന്ന് പറഞ്ഞ റീല് നീ ഇടുമ്പോൾ അതിന് പ്രാങ്കിന്റെ ഭാഗമാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ പോയിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കേസ് കൊടുക്കണം. ഇതാ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വധഭീഷണി മുഴക്കുന്ന ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു. പിന്നെ തൊപ്പിയും വരില്ല, കടക്കാനും വരില്ല, ഒരുത്തനും വരില്ല എൻ്റെ പിന്നാലെ, കേസാണ്. പിന്നെ ഇപ്പൊ പ്രാങ്കിങ് കൊണ്ടിരിക്കേണ്ടി വരും അവിടെ. എന്നിട്ട് ഈ പ്രാങ്കും ചെയ്ത് ഈ പ്ലാനും ഇട്ട് പിന്നെ തൊപ്പി ആ പ്ലാനിൽ തൊപ്പി എൻ്റർ ആവുന്നത് തൊപ്പി ഈ ഒരു കോള് കഴിഞ്ഞതിന് ശേഷമാണ്. നാളെ നമുക്ക് അവിടെ വരാം, വന്നതിന് ശേഷം നമുക്ക് അതിനിടയിൽ ഒരു വീഡിയോ കോൾ വിളിക്കാം, അതിന് ശേഷം നമുക്ക് അവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് റിവീൽ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പോയപ്പോൾ നടന്നത് എന്താ, നാട്ടുകാർ ഗ്രൂപ്പ് തിരിഞ്ഞു. ഓബിയസ്ലി നാട്ടുകാർക്ക് പ്രാങ്കാന്ന് അറിയില്ലല്ലോ. തൊപ്പിനെ ഇഷ്ടപ്പെടുന്നവർ അവിടെ ഉണ്ടാവും ഒരു വഴിക്ക്, ഇവനെ പറ്റാത്തവരുണ്ടാവും, ആ നാട്ടുകാരനാന്ന് പറഞ്ഞു, ഇവനെ പറ്റാത്തവരുണ്ടാവും, ഇവനെ അനിയനെ പിടിച്ചടിച്ചു. നാട്ടുകാർ തിരിയില്ലേ, ഒരു കൂട്ടം ആള്, ഒരു 10, 200, 300, 500 ആള്, 1000 ആള് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഓൾറെഡി ഒരു ഭയങ്കര എന്താ പറയുക, ഒരു പ്രഷറല്ല, ഒരു ഭയങ്കര ഒരു എന്താ പറയുക, അതിനൊരു ചെറ്റ വൈബിക്ക് നാട്ടുകാരെ കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി, ഒരു തല്ലുമാല മെന്റാലിറ്റിക്ക് നാട്ടുകാരെ പ്രാങ്ക് അടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് ഇത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ആ സ്റ്റേജിൽ നിന്ന് അത് അവിടെ റിവീൽ ആയിരുന്നുണ്ടെങ്കിൽ നാട്ടുകാർ കലറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അതറ്റ പ്രാങ്കാന്നുള്ളത് അവിടുന്ന്, ഇത് നിങ്ങൾ ഇവിടുന്ന് റിവീൽ ചെയ്തോണ്ട് ഓക്കെ, അത് അവിടുന്നാണ് റിവീൽ ചെയ്തെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ് നാട്ടുകാർ അവിടുന്ന് കിട്ടിയെന്ന് നാട്ടുകാരിൽ നിന്ന്. ആ ഏരിയയിലുള്ളവന്മാര് തന്നെ നമ്മുടെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞു. പിന്നെ അവന്മാർക്ക് നമ്മളെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോ അവന്മാർക്ക് ചെയ്യാൻ പറ്റിയല്ല അവിടെ ചെയ്ത്. ആടെ നമ്മ പ്ലാൻ ചെയ്ത അല്ലാണ്ട് ആടെ പുതിയ കുറച്ച് ടീം വന്നു. കടയിൽ പഴയ ഒരു എന്തോ ഇതുണ്ടായിരുന്നു, അതിന്റെ ചുറക്ക് തീർക്കാൻ വേണ്ടി അവന്മാർ അവിടെ വന്നു. പഴയ എന്തോ ഇത് തീർക്കാൻ വേണ്ടിട്ട് വേറെ കുറെ ടീം വന്നിട്ട് അവിടെ അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇപ്പുറത്ത് ഇവന്റെ അടി ഇവിടെ നടക്കുമ്പോ ഇപ്പുറത്ത് വേറെ ഗ്രൂപ്പ് ഫൈറ്റ് നടക്കുന്നത്. അതിന്റെ ഇപ്പുറത്ത് വേറൊരു കളവൻ കല്ലും കുപ്പി ഇതെല്ലാം എടുത്തിട്ട് എന്റെ കാർ എറിഞ്ഞ് വിളിക്കുന്നു. നമ്മ പ്ലാൻ ചെയ്തതേ അല്ല ആടെ നടന്നത്. ആടെ ഫുള്ള് കേസായി, കുറെ അടിയായി, ഒരുത്ത തല പൊട്ടി ICUല്, വേറൊരുത്ത വന്നിട്ട് എന്റെ കാറിനെറിഞ്ഞ എന്റെ എന്തോ ഭാഗ്യത്തിന് എനക്കൊന്നും ആവാത്തയാണ്. വേണ്ടാ, അവിടെ ഒരു മോബ് ഉണ്ട്, ആ മോബ് ഭയങ്കര വയലന്റ് ആയി, അവര് തമ്മിൽ അടിയായി. ലാസ്റ്റ് ഈ കേസ് മൊത്തം, ഞാൻ ഈ തൊപ്പീനെ അന്ന് ആ പ്രശ്നം അറിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ തന്നെ പറയുന്നത്, തൊപ്പി പോയി കേസ് കൊടുക്ക്, നിന്റെ എതിരെ ഒരുത്തൻ വധഭീഷണി മുഴക്കിയിട്ടുണ്ട്, നീ അവനെതിരെയും കേസിട്ടോ, കടക്കാരനെ അതിൽ വെച്ചോ, നിനക്ക് അവിടുന്ന് ഏറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ ഫുട്ടേജ് ഉണ്ടെങ്കിൽ അതും കൊടുത്തോ, കേസായിക്കോ, ഇല്ലെങ്കിൽ നിന്റെ തലയിലെത്തും. കാരണം കറങ്ങി തിരിഞ്ഞ തൊപ്പീന്റെ തലയിലായിരിക്കാം, അങ്ങനെ തന്നെ എത്തും അത്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലുമൊക്കെ ഇതേപോലെ റീല് കണ്ടിട്ട് റിയാലിറ്റിയാന്ന് വിചാരിക്കരുത്.
വെല്ലുവിളി കാര്യങ്ങൾ നിങ്ങൾ പലരെയും ഇഷ്ടപ്പെടുന്നുണ്ടാവാം, പലരുടെയും ഫാൻസ് ആവാം, പലരുടെയും അന്തം ആർമി ആവാം നിങ്ങൾ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകളുടെ റീൽ റിയാലിറ്റി എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അവർ റീൽ വരുന്ന ഫേസ് തന്നെ ആയിരിക്കും അതാണ് അവരുടെ റിയാലിറ്റി എന്നൊന്നും വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പിടിക്കാനും ചോദ്യം ചെയ്യാനും ചാവാനും പോവാതിരിക്കുക. ഓക്കെ, എത്ര വലിയ സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ കാണുന്ന റീൽ എന്താന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബോധവും ബുദ്ധി നിങ്ങൾക്ക് വേണം. അതിൻ്റെ ഒരു കോമൺ സെൻസ്, ആ ഒരു ലെവൽ ഓഫ് കോമൺ സെൻസ് നിങ്ങൾ കീപ്പ് ചെയ്യണം. കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും ഹൈപ്പിലുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള ഗിമിക്കുകൾ, മുന്നിക്ക് സർവൈവ് ചെയ്യാനുള്ള പലതരത്തിലുള്ള ഗിമിക്കുകൾ നിങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ അതാ എന്താണ് ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചു, ഈ പയ്യൻ തൊപ്പിനെ വന്ന് വെല്ലുവിളിക്കാണ്, തല്ലും, വന്ന കാലൊടിക്കും, നീ ജീവനോട് കൂടി പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവന്റെ സൈഡ് നിൽക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. അവര് വേറെ ഒന്നും ചിന്തിക്കില്ല. അവരുടെ മനസ്സിൽ എന്താ, തൊപ്പിയോടുള്ള ദേഷ്യം കൊണ്ട് ഈ ചെക്കന്റെ ഭാഗം നിൽക്കും. തൊപ്പിയെ ഇഷ്ടപ്പെടുന്നവർ ഇന്ന് ഇങ്ങോട്ട് വാ, എന്റെ മാസം ശരിയാക്കി തരട്ടെ, ഞങ്ങൾ തൊപ്പി ഫാൻസ് ആണ്, തൊപ്പീന്റെ കൂടെ വേറെ അങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞ് എന്തിന് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ പരിപാടികളിൽ പോയി വീഴാതിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഇനാഗ്രേഷനോ, പിന്നെ അതേമാതിരി തൊപ്പിയോടും പിന്നെ ഈ പറഞ്ഞ ഷോപ്പിന്റെ ആൾക്കാരോടും പിന്നെ ഈ പയ്യനോടൊക്കെ പറയാനുള്ളത് കഴിച്ചിലായതാണ്, അത്രേ പറയാനുള്ളൂ. വലിയൊരു അടിയോ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു വണ്ടി എറിഞ്ഞ് പൊട്ടിക്കലോ ഷോപ്പ് അടിച്ച് പൊട്ടിക്കലോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ തലയ്ക്ക് അടി കിട്ടി എടുത്ത് ഐസിയില്ല എന്ന് പറഞ്ഞു, തലയ്ക്ക് അടി കിട്ടിയെന്ന് തീർന്നു പോയാൽ എന്ത് ചെയ്യും? അവിടെ ആര് വന്നു പോയി, ഗ്രൂപ്പ് തിരിഞ്ഞു ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവിടെ ആരാണോ ഇനാഗ്രേഷൻ വെച്ചത്, കടക്കാരൻ, ഇനാഗ്രേഷൻ ആരാണോ വന്ന ഗസ്റ്റുകൾ, അവര് മതി, ഇത്ര മതി, പോലീസ് കേസ് എടുക്കും. പിന്നെ ഈ സാധനങ്ങൾ തെളിവായിട്ട് ഏത് സോഷ്യൽ മീഡിയയിലുള്ള വെല്ലുവിളി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെല്ലുവിളി മതി. ഇത് പ്രാങ്കാന്നൊന്ന് പോലീസ് സ്റ്റേഷൻ പോയിട്ട് കരഞ്ഞിരിക്കേണ്ട വരും പ്രാങ്കാന്ന് പറഞ്ഞിട്ട്. ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഗിമിക്കുകൾ കാണിക്കാതിരിക്കുക. നാട്ടുകാരുടെ, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാവും. കാരണം നമ്മുടെയൊക്കെ ഈ റീൽ മുഖങ്ങൾ കണ്ടിട്ട്, ഈ റീലിലെ സംസാരം കണ്ടിട്ടും റീലിലുള്ള നമ്മളെ ആക്ടിവിറ്റി കണ്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അവരെ വിൽക്കാതിരിക്കുക, എനിക്ക് അത്രേ പറയുള്ളൂ. അവരുടെ ഇമോഷൻസ് വെച്ച് കളിക്കാതിരിക്കുക, അത് ശരിയല്ല.